ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ഞാനിതാ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ ചായയാണ് ഉണ്ടാക്കുന്നത്. ചായയും കുടിച്ചിട്ട് നമുക്ക് രാവിലത്തേക്ക് വേണ്ട അപ്പവും ചട്നിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ കടു ഇട്ട് കൊടുത്ത് കടു പൊട്ടി വന്നിട്ടാകുമ്പോൾ എണ്ണയിലേക്ക് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക്, 2 വെളുത്തുള്ളി അല്ലി, ഒരു സവാള, ഒരു തക്കാളി, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ എണ്ണയിൽ ഞാൻ മൂപ്പിച്ചിട്ടെടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടുകടല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് ഞാനത് ഇട്ടില്ല. ഇനി ഒരിക്കൽ അത് ഇട്ടിട്ട് ഉള്ളൊരു ചട്നി ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് അത് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരും. അപ്പോൾ നല്ലതുപോലെ നമുക്കതിനെ തിരിച്ചും മറിച്ചിട്ട് എണ്ണയിൽ മൂപ്പിച്ചിട്ടെടുക്കാം. നല്ല അടിപൊളി ചട്നിയാണ്. ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞുമോനും കൂടെ നല്ലതുപോലെ കഴിച്ചിട്ടുണ്ട് ഈ ചട്നി. അത്രയും അവന് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു ചട്നിയാണിത്. നല്ല അടിപൊളി ചട്നി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വന്നിട്ടാകുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ അരമുറി തേങ്ങ എടുത്തിനത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാക്കി വെച്ചിട്ട് ഞാൻ തേങ്ങ ചിരവാൻ പോയതാണ്. അപ്പോഴത്തെ അത് വരുമ്പോഴത്തേക്കും അത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിൻ്റെ ജാറിൽ ഇടാവൂ, അല്ലെങ്കിൽ നമുക്ക് പണിയാവും. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് നല്ലതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തോട്ട് ഞാൻ നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇതുപോലെ ആവണം. അത് നമ്മൾ പച്ചമുളക് തന്നെ പഴുത്തതായിരുന്നു. അതുകൊണ്ടാണ് ആ കളറായിട്ട് വന്നത്. ഇല്ലെങ്കിൽ വെള്ള കളറിൽ കിട്ടട്ടി പച്ചമുളകായിരുന്നെങ്കിൽ ഇതൊരു ചുവപ്പ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുഞ്ഞു അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ഈ അപ്പത്തിൻ്റെ ഒപ്പം ദോശക്കൊപ്പം ഇഡ്ഡലി എല്ലാത്തിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയൊരു ചട്നിയാണിത്. അങ്ങനെ ഇതാ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ഓരോ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ഈ 2 ചുട്ടെടുക്കുന്നുണ്ട്. കുഞ്ഞപ്പാണ് ചുട്ടെടുക്കുന്നുള്ളത്. ഇത് രാത്രി ഞാൻ അരച്ച് വെച്ചതാണ്. അപ്പോൾ ഇതാ അപ്പോൾ ആയിട്ടുണ്ട്. അത് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അപ്പവും അതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് രേഖപ്പെടുത്താം. അങ്ങനെ ഇത് അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. ഞാൻ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ചട്നിയും കൂട്ടിയിട്ട് മക്ക കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോയി. കുഞ്ഞുമോനെ അംഗനവാടിയിൽ കൊണ്ടാക്കി വന്നിട്ടുള്ള പരിപാടിയാണ്. പിന്നെ നല്ല ഇല കിട്ടിയിട്ടുണ്ട് നമുക്ക്. വള്ളിപ്പയറിൻ്റെ ഇലയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല തോരനാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിന്, ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിന്. അപ്പോൾ നമുക്ക് ഇല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി അരിഞ്ഞെടുക്കാം. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇലക്കറിയാണ്. എങ്ങനത്തെ ആൾക്കും കൂട്ടാൻ പറ്റിയ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഇലക്കറിയാണ്. ഷുഗറുള്ളവർക്കും ഷുഗർ നോർമലാവാനും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഇലക്കറിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോരൻ ഇത് ഈര കിട്ടുന്നുണ്ടെങ്കിൽ തോരൻ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതായത് ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് സവാള പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കിയിട്ടാണ് ഞാൻ ഈ ഇലക്കറി ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇലക്കറിക്ക് വേഗമാണ് കൂടുന്നത്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ചെറുപയർ വേവിച്ചതും ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇലക്കറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് പരിപ്പ് അല്ലെങ്കിൽ ചെറുപയർ ഇതെന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇലക്കറിക്ക്. കൂട്ടാതെ മക്കളും കൂട്ടും, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഇല കിട്ടിയിട്ടാകുമ്പോൾ ഉണ്ടാക്കി നോക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇല ആടാടെ പിന്നെ മിക്സ് ആവാതെ നിൽക്കും. അപ്പോൾ അതിൻ്റെ മധ്യത്തിലൊരു റൗണ്ട് പോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ നടുക്കായിട്ടാണ് ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. 2 മുട്ട എത്ര വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. മുട്ട ഒഴിച്ച് കൊടുത്ത് ഇത്ര ടേസ്റ്റ് കൂടും. ഞാൻ 2 ഒഴിച്ച് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമുക്കതിനൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇല കറി കൊണ്ട് അതിനെ നമുക്കൊന്ന് മൂടി എന്താക്കാം, നടുവിലായിട്ട് മുട്ട വെച്ചിട്ട് അതായത് പോലെ ആക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം മൂടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുക്കാം. മുട്ടയും നല്ലപോലെ ചിക്കി വരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം. അതും എല്ലാ ഭാഗത്തേക്ക് എത്തുന്നത് പോലെ മിക്സാക്കണം. അപ്പോൾ നമ്മുടെ ഇല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വീഡിയോ ലെങ്ത് കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എൻ്റെ ചായ വെക്കുന്ന പാത്രമാണിത്. അടിഭാഗം കറ പിടിച്ചിട്ടുണ്ട്. ഈ കറ എങ്ങനെ പോയിക്കുക എന്നുള്ളൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വാടിയൊരു ചെറുനാരകം ഉണ്ടായിരുന്നു, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ ഉപ്പും പിന്നെ ചെറുപുളീൻ്റെ കഷ്ണമാക്കിയിട്ട് അതിൽ നല്ലപോലെ ഉപ്പ് ഇട്ടിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തിന് ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും തേച്ച് വെക്കുന്നുണ്ട് കുറച്ച് സമയം ഇളകി വരാൻ വേണ്ടിയിട്ട്. കരി കമ്പിച്ചേരിയിട്ടിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. നല്ലതുപോലെ കരി ഇളകി വരുന്നുണ്ട്. കരി പിടിച്ച പാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നല്ലപോലെ കരി ഇളകി വരും. അപ്പോൾ ഞാനങ്ങനെ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കരിയൊക്കെ പോയിട്ടുണ്ട്. പാത്രം ഇതുപോലെ ഇനി നമുക്ക് ഗ്യാസ് അടുപ്പ് അതേപോലെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. അതേപോലെ ഉപ്പും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം വെക്കണം. എന്നിട്ട് ആ പാത്രം കഴുകിയ പോലെ നമുക്ക് അതിനെയും തോർത്തിയിട്ടെടുത്താൽ മതി. നല്ലതുപോലെ
കോട്ടൺ തുണിയോ മറ്റോ വെച്ചിട്ട് നല്ലപോലെ തോർത്തിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇതുപോലത്തെ നല്ല നല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇത്രയൊക്കെ തന്നെയാണ്. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.